നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തൃശൂരിൽ സുരേഷ് ഗോപി ജയിച്ചാൽ ബിജെപി അധികാരത്തിലെത്തിയാൽ പത്മജ വേണുഗോപാലിനെ കാത്തിരിക്കുന്നത് വലിയ സ്ഥാനം. തെരഞ്ഞെടുപ്പിന് മുമ്പ് കോൺഗ്രസ് വിട്ട് ബിജെപിയിൽ ചേർന്ന പത്മജ വേണുഗോപാൽ ഛത്തീസ്ഗഡ് ഗവർണർ ആയേക്കുമെന്ന് സൂചന. തിരഞ്ഞെടുപ്പ് ഫലം വന്നാലുടൻ തീരുമാനമുണ്ടാകുമെന്നാണ് ബിജെപി നേതൃത്വം അനൌദ്യോഗികമായി പറയുന്നത്. ഇക്കാര്യം പല തലങ്ങളിൽ നിന്ന് കേട്ടെന്നും ഉറപ്പൊന്നും കിട്ടിയിട്ടില്ലെന്നും പത്മജയും പ്രതികരിച്ചു. ബിജെപി തനിക്ക് വേണ്ടി നല്ലത് ചെയ്യുമെന്ന് ഉറപ്പുണ്ട്. പഴയ പാർട്ടിയിൽ നിന്നുണ്ടായ ചവിട്ടും കുത്തുമൊന്നും ഉണ്ടാകില്ലെന്ന് ഉറപ്പുണ്ടെന്നും പത്മജ പ്രതികരിച്ചു. ബിശ്വഭൂഷൺ ഹരിചന്ദനാണ് നിലവിൽ ഛത്തീസ്ഗഡ് ഗവർണർ. ആരോഗ്യപരമായ കാരണങ്ങളാൽ അദ്ദേഹം പദവി ഒഴിയാനിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് അല്ലെങ്കിൽ നല്ലൊരു പദവി എന്നതായിരുന്നു പത്മജയ്ക്ക് ബിജെപി നൽകിയ വാഗ്ദാനം. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ചൂടിലിരിക്കെ ഇക്കഴിഞ്ഞ മാർച്ചിലാണ് പത്മജ ബിജെപിയിൽ ചേരുന്നത്. KPCC ജനറൽ സെക്രട്ടറി പദവിയിലിരിക്കെയാണ് ഈ കൂറുമാറ്റം. പത്മജയുടെ ബിജെപി പ്രവേശനം ഒറ്റ രാത്രി കൊണ്ട് നടന്ന അത്ഭുതമല്ലെന്ന് കോൺഗ്രസ് നേതാക്കൾ സൂചിപ്പിക്കുന്നു. ബിജെപി കേന്ദ്ര നേതൃത്വവുമായി ഏറെ മുമ്പ് തന്നെ പത്മജ നിരന്തരം ചർച്ചകൾ നടത്തിയെന്ന് കുറ്റപ്പെടുത്തുന്നു. കോൺഗ്രസിലായിരിക്കെ മുകുന്ദപുരം ലോക്സഭാ മണ്ഡലത്തിലും തൃശൂരിൽ 2 തവണയും മത്സരിച്ചുവെങ്കിലും പരാജയപ്പെട്ടിരുന്നു. ഇനി മത്സരിച്ചാലും വിജയിക്കുക പ്രയാസകരമാണ്. ഈ തിരിച്ചറിവ് കൂടിയാണ് ഗവർണർ സ്ഥാനമോഹത്തിന് പിന്നിൽ. പാർട്ടി മാറ്റത്തിന് പിന്നാലെ തൃശൂരിൽ നിന്നുള്ള 50ഓളം കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കളെ പത്മജ ബിജെപിയിൽ എത്തിച്ചിരുന്നു. വിശ്വസ്തരായ ചിലർക്ക് പാർട്ടി പദവി നിയമനവും പത്മജ ബിജെപി ദേശീയ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജൂൺ 4 തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെയാകും ഇക്കാര്യങ്ങളിൽ അന്തിമ തീരുമാനമുണ്ടാകുക. കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ബിജെപിയിലേക്ക് അസംതൃപ്തരായ നേതാക്കളുടെ ഒഴുക്ക് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപും ശേഷവും നിർബാധമുണ്ടാകുമെന്നും പത്മജ വേണുഗോപാൽ പറഞ്ഞിരുന്നു. കോൺഗ്രസിൽ നിന്ന് ഏഷ്യൻ അത്ലറ്റിക്സ് മെഡൽ ജേതാവും മുൻ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റുമായ പത്മിനി തോമസും മറ്റു പല നേതാക്കളും ചേർന്നിരുന്നു. ഇപ്പോൾ ബിജെപിയിൽ ചേർന്ന പത്മിനി തോമസും തമ്പാനൂർ സതീഷും തന്റെ സുഹൃത്ത് വലയത്തിലുള്ളവരാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപും ശേഷവും ഇനിയും ധാരാളം കോൺഗ്രസ് നേതാക്കൾ ബിജെപിയിൽ എത്തുമെന്നായിരുന്നു പത്മജയുടെ ഉറപ്പ്. മുൻ മുഖ്യമന്ത്രിമാരായ K. കരുണാകരനോടും ഉമ്മൻചാണ്ടിയോടും വളരെയധികം അടുപ്പം പുലർത്തിയ പത്മിനി തോമസ് റെയിൽവേയിലും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അവർക്ക് പൊതുമണ്ഡലത്തിൽ ധാരാളം ആളുകളുമായി ബന്ധമുണ്ട്. ഇതെല്ലാം ബിജെപിക്ക് വളരെയധികം ഗുണം ചെയ്യുമെന്നും പത്മജ പറഞ്ഞു. ബിജെപിയിൽ ചേർന്ന ശേഷം അതൃപ്തരായ മറ്റ് കോൺഗ്രസ് നേതാക്കളുമായി സംസാരിക്കുവാൻ സമയം കിട്ടിയിട്ടില്ല. കേരളത്തിലുടനീളം പല നേതാക്കളും കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തന രീതികളോട് ശക്തമായ അസംതൃപ്തി അറിയിച്ചിട്ടുള്ളതായും പത്മജ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.